നല്ല ചൂടുള്ള സമയത്ത് പുറത്ത് ടാക്സി വെയിറ്റ് ചെയ്ത് കുറേ സമയം നിൽക്കുക എന്നൊക്കെ പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ നമുക്കിപ്പോൾ യുഎയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൺലൈനിൽ ടാക്സി ബുക്ക് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. ഇന്നിപ്പോൾ ഇത് പറയാൻ കാരണം അബുദാബി മൊബിലിറ്റി പുതിയൊരു സംവിധാനത്തെക്കുറിച്ച് കൂടി പൊതുജനങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. യാങ്കോ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു അബുദാബി എമിറേറ്റിൽ. അപ്പോൾ ഈ ഒരു മൊബൈൽ ആപ്പിലൂടെ നമുക്ക് പബ്ലിക് ടാക്സികളും രജിസ്ട്രേഡ് പ്രൈവറ്റ് ടാക്സികളും നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. പറഞ്ഞ സമയം കൊണ്ട് അത് പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഈ യാങ്കോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ട്രയൽ റൺ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്ത് വന്നിരുന്നു. വളരെ സക്സസ്ഫുള്ളായി 8,000-ഓളം യാത്രകൾ അത് ഓർഗനൈസ് ചെയ്തു. 300 ടാക്സികളായിരുന്നു ആ സമയത്ത് ട്രയൽ റണ്ണിൽ പങ്കെടുത്തിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് പൂർണ്ണ തോതിൽ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 1,500 ടാക്സികൾ യാങ്കോ എന്ന് പറയുന്ന ആപ്പിൽ രജിസ്റ്റേർഡ് ആണ്. ആൻഡ്രോയിഡിലും iOS-ലും ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് അബുദാബിയിൽ ടാക്സി യാത്രകൾക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താം. ചൂടൊക്കെ പതിയെ കുറഞ്ഞ് രാജ്യം തണുപ്പ് കാലത്തേക്ക് കടക്കുന്നതിൻ്റെ മുന്നോടിയായി യുഎയിലെ വിവിധ എമിറേറ്റുകളിലെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഇപ്പോൾ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുകയാണ്. പലയിടങ്ങളും അതിൻ്റെ ഒഫീഷ്യൽ റീഓപ്പണിംഗ് ഡേറ്റുകളൊക്കെ അനൗൺസ് ചെയ്തു. എല്ലാവരും കാത്തിരിക്കുന്ന ഗ്ലോബൽ വില്ലേജിൻ്റെ പ്രവർത്തനം 29ാമത് എഡിഷൻ ആരംഭിക്കുന്നത് ഒക്ടോബർ 16-ാം തീയതി ആയിരിക്കുമെന്ന് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞു. മെയ് 11-ാം തീയതി വരെയാണ് ഇത്തവണ ഗ്ലോബൽ വില്ലേജ് പ്രവർത്തിക്കുക. അതുപോലെ തന്നെയാണ് ദുബായ് സഫാരി. 3000-ഓളം ജീവജാലങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാത്തരം വൈവിധ്യ ജന്തുജാലങ്ങളെയും നേരിട്ട് കണ്ടറിയാൻ സാധിക്കുന്ന ദുബായ് സഫാരി ഓപ്പൺ ആവുന്നത് ഒക്ടോബർ 1-ാം തീയതിയാണ്. പിന്നെ ഷാർജ സഫാരിയുടെ 4th എഡിഷൻ സെപ്റ്റംബർ 23-ന് തുടങ്ങുമെന്നുള്ളൊരു പ്രഖ്യാപനമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ദുബായിലെ ഗ്ലോ ഗാർഡൻ ഓൾറെഡി സെപ്റ്റംബർ 11-ാം തീയതി ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. അവിടുത്തെ ഡൈനോസർ പാർക്കിൻ്റെയും ഇല്ലുമിനേറ്റിംഗ് പാർക്കിൻ്റെയും ഒക്കെ ടിക്കറ്റുകൾ ഓൺലൈനിൽ ഇപ്പോൾ ലഭ്യമാണ്. ഇപ്പം നാട്ടിൽ നിന്നൊക്കെ ആളുകളെ ഇങ്ങോട്ട് വിസിറ്റിലൊക്കെ കൊണ്ടുവരാൻ പലരും പ്ലാൻ ചെയ്യുന്നുണ്ടാവും ഈ വിൻ്റർ സീസണിൽ. അപ്പോൾ അതിശൈത്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപൊക്കെ ആണെങ്കിൽ അല്പം വിമാന നിരക്കും കുറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രധാന അട്രാക്ഷൻസിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് കൂടി ശ്രദ്ധിച്ച വിസിറ്റേഴ്സിനെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ, നമ്മുടെ ഫാമിലിയൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അജ്മാൻ KMCCയുടെ നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. അജ്മാൻ KMCC സംസ്ഥാന പ്രസിഡന്റ് ഫൈസൽ കരീം അധ്യക്ഷത വഹിച്ചു. UAE KMCC അധ്യക്ഷൻ പുത്തൂർ റഹ്മാൻ ആശംസകൾ അറിയിച്ചു. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ 2024 സെപ്റ്റംബർ 17 ചൊവ്വാഴ്ച.